ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഭർത്താവിൻ്റെ കള്ളുകുടി മാറാൻ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ അയാളുടെ സംശയ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ 2 ദിവസം അയാളുടെ സംശയം മാറി. അപ്പോൾ ദൈവമേ ഉടമ്പടി ഏറ്റ്, നേരത്തെ പോകേണ്ടതായിരുന്നു എന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് പണ്ട് പത്രക്കാരനെ മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റുകാരനെ കൂടി സംശയമായി. അതാണ് പ്രശ്നം. ഒരാഴ്ച പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, പത്രക്കാരനെ മാത്രമേ പുള്ളിക്ക് പണ്ട് സംശയം ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റുകാരനെ കൂടി സംശയമായി. പകച്ചു പോയി നമ്മൾ പെട്ടെന്ന്. അപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ നീലത്തിരി കത്തിച്ചാൽ എന്ത് കാര്യം, പച്ചത്തിരി കത്തിച്ചാൽ എന്ത് കാര്യം? കണ്ട സംഭവം തരും. പേയ്മെൻറ്റ് വിരണ കണ്ടില്ലേ? ഇതിൻ്റെ ഉടമ്പടി വഴികളിലുള്ള പേയ്മെൻറ്റ് നോക്കണം. അത് ഇതിനകത്ത് നമ്മൾ എന്ത് വിശ്വസിക്കണമെന്ന് പറഞ്ഞാലും നമ്മുടെ അപ്പനേക്കും അമ്മയേക്കും മക്കളും എല്ലാവരും ഏൽക്കും, പക്ഷേ ദൈവം മാത്രം ഏൽക്കത്തില്ല. ടെസ്റ്റ് ഉണ്ടെന്ന് പറയും. ഇത് ടെസ്റ്റെന്ന് പറഞ്ഞ വിശ്വാസമാണോ? ഇത് മരണം വരെ ടെസ്റ്റുകളുണ്ടാകും. അതാണ് ഈശോ പറഞ്ഞ പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണ്. നിൻ്റെ കർത്താവ് എന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യാനാണ് നീ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അത് നിന്നെ ഉയർത്തുകയും നിലനിർത്തുകയും ചെയ്യും. കാര്യം അവൻ്റെ നാമം എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം.